അപ്പം നമുക്ക് ഇനി നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് മെമ്മറി ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഇങ്ങനെ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് മെമ്മറി എന്നുള്ളത് പറഞ്ഞു പോയി. അപ്പൊ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് പോകുന്നത്. കോർ ടൈപ്സ് ഏതൊക്കെയാന്നുള്ളത് മെയിൻ ആയിട്ട് ആദ്യം നമുക്ക് പറയാനുള്ളത് സെൻസറി മെമ്മറി ആണ്. സെൻസറി മെമ്മറി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ബ്രീഫായിട്ട് എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 3 സെക്കൻഡ്സ് ഒക്കെ മാത്രം നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് മെമ്മറിയാണ് ഈ സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ എക്സാമ്പിൾ ആലോചിക്കാം. നിങ്ങൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ചിലപ്പം ഈവൻ സ്മെല് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അപ്പപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വീണ് പോകുന്നുണ്ട്. അപ്പം ഇതെല്ലാം സെൻസറി മെമ്മറിയിലാണ് വരുന്നത്. നമുക്ക് ആകെ ഒരു 3 സെക്കൻഡ് ഒക്കെയാണ് എന്ത് കിട്ടുള്ളൂ, ഈ സെൻസറി മെമ്മറി നമ്മുടെ തലയുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൻസറി മെമ്മറി എന്തായി പോവും, ഡിസപ്പിയർ ആയി പോകും. നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. സോ സെൻസറി മെമ്മറി ഈസ് എ വെരി ഷോർട്ട് ടേം മെമ്മറി സ്റ്റോർ ഫോർ ഇൻഫോർമേഷൻ ബീങ് പ്രോസസ്ഡ് ബൈ ദി സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസ് വഴി കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഏറ്റവും ഷോർട്ടായിട്ട് നിലനിൽക്കുന്ന ഒരു മെമ്മറിയാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ഡ്യൂറേഷൻ ആണ് ആ സ്റ്റോർഡ് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. ലെസ് ദാൻ എ സെക്കൻഡ് ഓർ എന്താ പറയുക, നോട്ട് മോർ ദാൻ 3 സെക്കൻഡ്സ്. ഒരു 3 സെക്കൻഡിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല, അത് കിട്ടില്ല. അപ്പം നമ്മൾ പറയുന്ന ഈ മെമ്മറിയിൽ, മെമ്മറി എന്നൊരു ടേം നമ്മൾ പറയുന്നത് ഏറ്റവും ആദ്യത്തെ സ്റ്റോറാണ് സെൻസറി മെമ്മറി. കുറച്ച് സമയം നിൽക്കുള്ളൂ, അത് കഴിയുമ്പോഴേക്കും അത് ഡിസപ്പിയർ ആവും എന്നുള്ളത് ഓക്കെ. ബട്ട് ആദ്യത്തെ നമ്മുടെ സ്റ്റോറാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ സെൻസറി മെമ്മറി എന്നാണ് പറയുന്നത്. സെൻസറി മെമ്മറിനെ എന്താ പറയുക, ഐക്കോണിക് മെമ്മറി, ഇക്കോയിക് മെമ്മറി, ഹാപ്റ്റിക് മെമ്മറി, ഓൾഫാക്ടറി മെമ്മറി, ജസ്റ്റേറ്ററി മെമ്മറി എന്നിങ്ങനെ കുറേ ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ നോട്ടിൽ ആസ് ഇക്കോണിക് എന്നാണ്, അങ്ങനെയല്ല, ആസ് ഐക്കോണിക് എന്നാണ്. ആസ് വേറെയാണ് കേട്ടോ, അവിടെ സ്പേസ് മിസ്സായതുകൊണ്ടാണ് ആസ് ഇക്കോണിക് എന്ന് വായിക്കുന്നത്. സെൻസറി മെമ്മറി രജിസ്റ്റർ സബ്സിസ്റ്റംസ് കോൾഡ് സെൻസറി രജിസ്റ്റേഴ്സ് ആസ് ഐക്കോണിക് മെമ്മറി, ഇക്കോയിക് മെമ്മറി, ഹാപ്റ്റിക് മെമ്മറി, ഓൾഫാക്ടറി മെമ്മറി, ജസ്റ്റേറ്ററി മെമ്മറി. ഇങ്ങനെയാണ്. ഒന്നുമില്ല, സിംപിളി പറഞ്ഞ എന്താ വെച്ചാൽ ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ട് എത്ര കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ രാവിലെ പോകുന്ന ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കാണുന്ന എല്ലാ മെമ്മറീസും എന്താണ്, ഐക്കോണിക് മെമ്മറിയാണ്. ഒരുപാട് സൗണ്ട്സ് നമ്മൾ കേൾക്കുന്നുണ്ട്, അതെല്ലാം ഇക്കോയിക് മെമ്മറിയാണ്. ഹാപ്റ്റിക് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ടച്ച് റിലേറ്റഡ് ആണ്. ഓൾഫാക്ടറി മെമ്മറി സ്മെല്ലാണ്. ജസ്റ്റേറ്ററി മെമ്മറിയാണ് ടച്ച്. ഹാപ്റ്റിക് മെമ്മറി എന്ന് പറയുന്നത് ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഈ സെൻസ് ഓർഗൻസ് വഴി നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ട് അത് വിത്തിൻ എന്താ പറയുക 1 സെക്കൻഡ് ഓർ 3 സെക്കൻഡ് ഡിസപ്പിയർ ആവുന്നുണ്ടെങ്കിൽ അത് സെൻസറി മെമ്മറിയാണ്. ഇത്രയും ടൈപ്പ് സെൻസറി മെമ്മറീസ് ആണ് നമുക്ക് ഉള്ളത്. ജനറലി ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞാൽ വിഷ്വൽ സെൻസിങ് ആണ്. ഇക്കോയിക് ഓഡിറ്ററി ആണ്. ഹാപ്റ്റിക് എന്നത് ടാക്റ്റൈൽ സെൻസിങ് ആണ്. ഇത് നമ്മൾ ഇതൊരു ഇമാജിനേഷൻ പോലെ കൊടുത്തതാണ്. മെമ്മറിയുടെ ഐക്കോണിക്, അതുപോലെ ഇക്കോയിക്, ടാക്റ്റിക്, ഒൾഫാക്ടറി, ഹാപ്റ്റിക് എന്നുള്ള രീതിയിൽ ഒരു ഇമേജ് പോലെ കൊടുത്തതാണ്, ജസ്റ്റ് ഫോർ എ റെഫറൻസ്. ഓക്കെ, അടുത്ത നമ്മുടെ വർക്കിംഗ് മെമ്മറിയാണ്. വാട്ട് ഈസ് വർക്കിംഗ് മെമ്മറി? നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിന് നമ്മൾ എന്തെന്നും കൂടെ പറയുന്നുണ്ട്, വർക്കിംഗ് മെമ്മറി എന്നും കൂടെ പറയുന്നുണ്ട്. വർക്കിംഗ് മെമ്മറിയിൽ കുറച്ചും കൂടെ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, സെൻസറി മെമ്മറിയിലെ ഇൻഫോർമേഷൻസ് നിലനിൽക്കുന്നത് പോലെയല്ല വർക്കിംഗ് മെമ്മറിയിൽ. കുറച്ച് സമയം കൂടെ ഡ്യൂറേഷൻ എന്തിൽ കിട്ടും, നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ അപ്പം ഒരു കൺഫ്യൂഷൻ വരരുത്. കാരണം എന്താ വെച്ചാൽ വർക്കിംഗ് മെമ്മറി എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണോ ഷോർട്ട് ടേം മെമ്മറി, അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് വർക്കിംഗ് മെമ്മറി ആണല്ലോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വരരുത്. ബോത്ത് ആർ സെയിം, രണ്ടും ഒന്ന് തന്നെയാണ്, വർക്കിംഗ് മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ സെൻസറി മെമ്മറിയിൽ, ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയാണ്, സെൻസറി മെമ്മറിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഐക്കോണിക് മെമ്മറി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ സെൻസറി മെമ്മറി, ത്രൂ സെൻസറി മെമ്മറി, ഐക്കോണിക് മെമ്മറി നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു. ഈ കണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ മെമ്മറിയിൽ നിൽക്കില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്ത് ചെയ്യും, അത് ഡിസപ്പിയർ ആവും. 2-3 സെക്കൻഡിൻ്റെ ഉള്ളിൽ അത് ഡിസപ്പിയർ ആവും. പിന്നെ എങ്ങനത്തെ മെസ്സേജുകളാണ് അവിടെ ലാസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനത്തെ ഇൻഫോർമേഷൻസ് ആണ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് കയറുക? ഒന്നുകൂടെ പറയാം, സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ
എന്തുണ്ടാവണം അവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്. വാട്ട് ഡിമാൻഡിങ് ദർ? എന്താണ് അവിടെ ഡിമാൻഡ് ചെയ്യുന്നത്? എനി ഗസസ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ രാവിലെ കോളേജിൽ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണുന്നു. പക്ഷെ അതിലേതെങ്കിലും ഒന്ന് 2 ദിവസമെങ്കിലും നിങ്ങൾ ഓർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് പ്രോസസ്സായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? നമ്മുടെ അറ്റൻഷൻ അത് ഗ്രാബ് ചെയ്തിട്ടുണ്ടാവും. യെസ്, വെരി ഗുഡ്. അറ്റൻഷൻ എന്തിന്റെ മുകളിലാണോ നമ്മൾ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. ഓക്കെ. കോമൺ ടൈപ്സ് എന്ന് പറയുന്നത് എക്കോസ്റ്റിക് എന്നുവെച്ചാൽ സൗണ്ട്, വിഷ്വൽ ഇമേജ്, സ്പേഷ്യൽ ലൊക്കേഷൻ, ടാക്ടൈൽ ടച്ച്, ഓൾഫാക്ടറി സ്മെല്ല്, ജസ്റ്റേറ്ററി ടേസ്റ്റ്. ഇത്രയും ഇൻഫോർമേഷൻ, ഇത്രയും ടൈപ്പ് ഷോർട്ട് ടേം മെമ്മറീസ് ആണ് നമുക്ക് ഉള്ളത്. അത് ആസ് സെൻസറി മെമ്മറി. വർക്കിംഗ് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ട്സിന്റെ മുകളിൽ പ്രോസസ്സ് ചെയ്യാനേ, എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ഉണ്ടാക്കാനേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്കിംഗ് മെമ്മറിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന, വർക്കിംഗ് മെമ്മറി നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബ്രെയിനിൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് മെയിനായിട്ട് ഈ വർക്കിംഗ് മെമ്മറി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിക്കുള്ള കൺസേൺഡ് ആയിട്ടുള്ള ബ്രെയിൻ ഏരിയ എന്ന് പറയുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഇനി ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം റിഹേഴ്സലാണ്. അപ്പം ഇങ്ങനെ ആലോചിക്കുക, സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. സെൻസറി മെമ്മറിയുടെയും ഷോർട്ട് ടേം മെമ്മറിയുടെയും ഇടയിൽ അറ്റൻഷൻ വരണം, എന്നാലാണ് ഷോർട്ട് ടേം മെമ്മറിയിൽ കയറുക. ഷോർട്ട് ടേം മെമ്മറി കഴിഞ്ഞിട്ട് ലോങ് ടേം മെമ്മറിയുടെ ഇടയിൽ റിഹേഴ്സൽ എന്ന് പറയുന്ന ഒരു സാധനം വരണം. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഈ റിഹേഴ്സൽ കൊടുക്കുമ്പോഴാണ് ഇൻഫോർമേഷൻസ് എന്തിലേക്ക് പോകുന്നത്? ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. എന്താ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ? റിപ്പീറ്റിംഗ് ദ ഇൻഫോർമേഷൻ ടു കീപ്പ് ഇറ്റ് ആക്റ്റീവ്, അല്ലേ? അതവിടെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ആ ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഇൻഫോർമേഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. അങ്ങനെ റിഹേഴ്സൽ നടത്തുമ്പോഴാണ് എന്ത് പോകുന്നത്? ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് കടക്കുന്നത്. വൈ ദ റിഹേഴ്സൽ ഈസ് നീഡഡ്? ഷോർട്ട് ടേം മെമ്മറി ഹോൾഡ് ലിമിറ്റഡ് ഇൻഫോർമേഷൻ ബ്രീഫ്ലി. ഷോർട്ട് ടേം മെമ്മറിയിൽ കുറച്ച് സമയത്തേക്ക് കുറച്ച് ഇൻഫോർമേഷൻ മാത്രം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമേ എന്തിനുള്ളൂ? ഷോർട്ട് ടേം മെമ്മറിയിലുള്ളൂ. അപ്പോൾ കുറച്ച് ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് കാര്യങ്ങൾ ഡിസപ്പിയർ ആവും. അങ്ങനെ ഡിസപ്പിയർ ആവരുത് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റിഹേഴ്സ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഫോർമേഷൻസ്, അല്ലേ? അങ്ങനെ ഡിസപ്പിയർ ആവരുത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? റിഹേഴ്സൽ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം എന്ത് ചെയ്യില്ല, ആ ഡ്രോപ്പ് ചെയ്ത് പോകുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ ഡ്രോപ്പ് ചെയ്ത് പോവില്ല. ഓക്കെ. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ റിഹേഴ്സൽ എക്സ്റ്റെൻസ് റീറ്റെൻഷൻ ടൈം ആൻഡ് സ്ട്രെങ്തൻസ് ന്യൂറൽ ട്രേസസ് വൈറ്റൽ ഫോർ ലേണിംഗ്, റീകോൾ ടാസ്ക് ആൻഡ് പ്രിവെന്റിംഗ് ഓവർലോഡ് ഡ്യൂറിംഗ് കോംപ്ലക്സ് പ്രോസസ്സിംഗ്. റിഹേഴ്സല് എത്ര സമയം ഒരു സ്റ്റോറേജ് കൂട്ടും, അതാണ് എക്സ്റ്റെൻഡ് റീറ്റെൻഷൻ ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ റീറ്റെൻഷൻ ടൈം റിഹേഴ്സൽ കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ലേണിംഗ് ഒക്കെ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കും, അല്ലേ? നിങ്ങളൊരു കാര്യം ഇങ്ങനെ റിഹേഴ്സൽ എടുത്തുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും ന്യൂറൽ ട്രാക്കുകളൊക്കെ ആ ഒരു ഇൻഫോർമേഷൻ അക്വയർ ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനൊക്കെ അങ്ങനെ ആക്റ്റീവായിട്ടിരിക്കും. നേരെ മറിച്ച് നിങ്ങളൊന്നും അങ്ങനെയല്ലേ, നമുക്ക് കുറേ നാൾ വെക്കേഷൻ, നമ്മൾ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്തേക്ക് ഒരു ഇനാക്ടിവിറ്റി നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടാവും സമ്മർ വെക്കേഷനിൽ. പിന്നെ നമ്മളൊരു ട്രാക്കിൽ കയറാൻ ഒരു മടി പിടിക്കും നമുക്ക്, അല്ലേ? നേരെ മറിച്ച് ഒരു എക്സാം ടൈം ആണെങ്കിലോ നമ്മളെല്ലാം ഇങ്ങനെ റെഫർ ചെയ്തിട്ടും പഠിച്ചിട്ടും റെഫർ ചെയ്തിട്ടും നമ്മൾ അതിനോട് എന്തായിട്ടുണ്ടായിരിക്കും? ആ ഒരു ട്രാക്കിൽ കയറിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ റിഹേഴ്സൽ കൊണ്ടുണ്ട് എന്നാണ് പറയുന്നത്. മെയിൻലി 2 ടൈപ്പ് റിഹേഴ്സലാണ് ഉള്ളത്, മെയിൻ്റനൻസ് റിഹേഴ്സലും ഇലാബറേറ്റീവ് റിഹേഴ്സലും. Let's see what is maintenance rehearsal. It's involve rote repetition of information exactly as presented, such as silently or loud reciting a phone number. എന്താണ് നമ്മൾ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ എസ് എ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരാളുടെ ഫോൺ നമ്പർ പഠിക്കുക എന്ന് വിചാരിച്ചോളൂ. എസ് എ പഠിക്കുക എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. ചിലർ ഇലാബറേറ്റീവ് റിഹേഴ്സൽ എടുക്കും, ചിലർ മെയിൻ്റനൻസ് റിഹേഴ്സൽ എടുക്കും. അപ്പം ഫോൺ നമ്പർ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങളൊരാളുടെ ഫോൺ നമ്പർ പഠിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് പഠിക്കും? ഇപ്പം എൻ്റെ നമ്പർ ആണെങ്കിൽ 9947758866. അപ്പോൾ അതിങ്ങനെ പഠിക്കാൻ റിപ്പീറ്റ് ചെയ്യും, അല്ലേ? നമ്മൾ ആ സാധനം വേറെ അർത്ഥവും മീനിങ്ങും ഒന്നും നോക്കില്ല, റോട്ട് റിപ്പീറ്റേഷൻ അവിടെ നടത്തും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് പറയുക. വി ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് പെർട്ടിക്കുലർ ഇമോഷൻ ഇൻ അവർ ബ്രെയിൻ. നോ നീഡ് ടു ഓർഗനൈസ് ഓർ പ്രോസസ് ഓർ പെർസീവ് ദ പെർട്ടിക്കുലർ മീനിങ് ഓഫ് ദാറ്റ് ഇൻഫോർമേഷൻ. ഓക്കെ.
നമുക്ക് എന്താ വേണ്ടത്? ജസ്റ്റ് നമ്മുടെ ബ്രെയിനിൽ ആ ഇൻഫോർമേഷൻ എന്ത് ചെയ്യേ വേണ്ടു? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവേ വേണ്ടു. നമ്മളൊക്കെ അവിടെ ഓർഗനൈസ് ചെയ്യേണ്ട ആ ഇൻഫോർമേഷനെ, പെർസീവ് ചെയ്യേണ്ട ഐ മീൻ എന്താണെന്നുള്ളത് അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഈ റോട്ട് റിപ്പീറ്റേഷൻ നമ്മൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ റോട്ട് റിപ്പീറ്റേഷൻ നടത്തിയാലും ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് എന്തിലേക്ക് പോവും? ലോങ് ടേം മെമ്മറിയിലേക്ക് പോവും. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഓഫർ ഷാലോ പ്രോസസ്സിംഗ് yielding പുവർ ലോങ് ടേം റീറ്റെൻഷൻ. ഇങ്ങനെ കാണാതെ പഠിക്കുന്ന സാധനം, മെയിൻ്റനൻസ് റിഹേഴ്സിൻ്റെ പച്ച മലയാളം പറഞ്ഞാൽ കാണാപാഠം പഠിക്കുക. ഇങ്ങനെ കാണാപാഠം പഠിക്കുന്ന സാധനം ചിലപ്പം പുവർ ലോങ് ടേം റീറ്റെൻഷൻ ആയിരിക്കും, ചിലപ്പം അത് ഇടയ്ക്ക് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇലാബറേറ്റീവ് റിഹേഴ്സലാണ് കുറച്ചും കൂടെ പ്രിഫറബിൾ ആയിട്ടുള്ള സാധനം. ഇനി ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്താണ്? അതിൻ്റെ പേര് തന്നെ കണ്ടില്ലേ, ഇലോബറേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? വലുതാക്കുക എന്ന് വെച്ചാൽ നമുക്ക് കയ്യിലുള്ള ഇൻഫോർമേഷൻ്റെ കൂടെ പുതിയത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് അതിനൊരു മീനിങ് ഫുൾ കണക്ഷൻ അല്ലെങ്കിൽ മീനിങ് ഫുൾ അസോസിയേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയില്ലേ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചും കൂടെ ഡീപ്പർ പ്രോസസ്സിംഗ് ആണ് നടത്തുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി ഇങ്ങനെ വായിച്ചു പഠിക്കാണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് വെച്ച് ഓക്കെ രാവിലെ ഞാൻ കാണുന്നതെല്ലാം എൻ്റെ സെൻസറി മെമ്മറിയാണ്, അതൊന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഗ്രാബ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കംസ് അണ്ടർ ഷോർട്ട് ടേം മെമ്മറി. ആൻഡ് ഇഫ് ഐ ഡു റിഹേഴ്സൽ അതെന്തിലേക്ക് പോകുന്നു? അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇലോബറേറ്റീവ് റിഹേഴ്സൽ. ആൻഡ് ഇലോബറേറ്റീവ് റിഹേഴ്സൽ ഈസ് മോസ്റ്റ് പ്രിഫറബിൾ ഫോർ സ്റ്റഡിങ് അല്ലേ? പഠിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള സാധനം ഏതാണ്? ഇലാബറേറ്റീവ് റിഹേഴ്സൽ ആണ്. ഓക്കെ, അതാണ് ഷോർട്ട് ടേം മെമ്മറിയെ പറ്റി പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് മൂന്നാമത്തെ ടൈപ്പ് മെമ്മറി എന്ന് പറയുന്നത് ഏതാണ്? ലോങ് ടേം മെമ്മറിയാണ്. എന്താ ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ? സെൻസറി മെമ്മറിയിൽ നിന്ന് അറ്റൻഷൻ കിട്ടിയത് കൊണ്ട് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് കയറിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ഇലോബറേറ്റീവ് റിഹേഴ്സലോ മെയിൻ്റനൻസ് റിഹേഴ്സലോ കഴിഞ്ഞതുകൊണ്ട് വന്നു ചേരുന്ന സ്ഥലമാണ് ഏത്? ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. This long-term memory encompasses memories that range from a few days to decades. In order for successful learning to take place, information has to move from sensory or short-term memory to long-term memory. ഈ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നശിച്ചു പോകാൻ പാകത്തിനുണ്ടായിരുന്ന കുറച്ച് ഇൻഫോർമേഷൻസിനെ ലോങ് ടേമിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അപ്പം നമുക്കൊരു നല്ല ലേണിംഗ് അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസറി മെമ്മറിയിൽ നിന്നും ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ഇൻഫോർമേഷൻ എവിടെ എത്തിയിട്ടുണ്ടായിരിക്കണം? ലോങ് ടേം മെമ്മറിയിൽ എത്തിയിട്ട് ഉണ്ടായിരിക്കണം. അതിന് ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ഫോം എന്ന് പറഞ്ഞാൽ റെപ്പിറ്റേഷൻ ആണ്. ലോങ് ടേം മെമ്മറി സ്റ്റോർസ് ഇൻഫോർമേഷൻ ഇൻഡെഫിനിറ്റ്ലി, ഓഫൺ ഫോർ എ ലൈഫ് ടൈം, കോൺട്രാസ്റ്റിംഗ് വിത്ത് ഷോർട്ട് ടേം മെമ്മറീസ് ബ്രീഫ് ഡ്യൂറേഷൻ. ലോങ് ടേം മെമ്മറിയിൽ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും? നിലനിൽക്കും, കുറേ നാളത്തേക്ക് അത് നിൽക്കും. ചില സമയങ്ങളിലൊക്കെ ലൈഫ് ടൈം തന്നെ ഇൻഫോർമേഷൻസ് അവിടെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനൊരു അൺലിമിറ്റഡ് കപ്പാസിറ്റി ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ ഇത്ര കാര്യങ്ങളെ നിൽക്കുള്ളൂ എന്നൊന്നുമില്ല. അൺലിമിറ്റഡ് കപ്പാസിറ്റി നമ്മുടെ ലോങ് ടേം മെമ്മറിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈപ്സ് ഉണ്ട്. അതാണ് ഞാൻ ഈ ഒരു ഇമേജിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നോക്കുക. ലോങ് ടേം മെമ്മറിയിൽ മെയിൻ ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ, എക്സ്പ്ലിസിറ്റ് മെമ്മറി ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി ആണ്. എക്സ്പ്ലിസിറ്റ് മെമ്മറി അഗെയിൻ ക്ലാസിഫൈഡ് ആസ് എപ്പിസോഡിക് മെമ്മറി ആൻഡ് സിമെന്റിക് മെമ്മറി. ഇംപ്ലിസിറ്റ് മെമ്മറി ക്ലാസിഫൈഡ് ആസ് പ്രൊസീജറൽ മെമ്മറി ആൻഡ് ഇമോഷണൽ കണ്ടീഷനിങ് എന്ന് നമ്മൾ പറയും. ഓക്കെ, നോട്ട്സ് ഞാൻ അയച്ചു തരൂ കേട്ടോ. നിങ്ങൾ കേൾക്കുന്നില്ലേ പറയുന്നത്? പോയോ അവിടുന്ന്? കേൾക്കുന്നുണ്ട്. ആ ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഫാക്റ്റുകളെ, അല്ലെങ്കിൽ നമ്മൾ ഫാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി സിമെന്റിക് മെമ്മറി അല്ലേ, അല്ലെങ്കിൽ ചില ഇവന്റുകളെയൊക്കെ കോൺഷ്യസ്ലി നമ്മൾ റീകോൾ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാ? എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയാം. ലൈക്ക് ആരുടെങ്കിലും ഒരു ബർത്ത്ഡേ നമ്മൾ ഓർത്ത് പറയാണ്, അതെന്താണ്? എക്സ്പ്ലിസിറ്റ് മെമ്മറിയാണ്. കോൺഷ്യസ് ആയിട്ട് ഇന്റൻഷനലി നമ്മൾ ഇൻഫോർമേഷൻസിനെയൊക്കെ എന്ത് ചെയ്യാണ്? എടുക്കുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. വേറൊരു പേരും കൂടി ഉണ്ട്, ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് വേറൊരു ടൈപ്പോ അല്ല, എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ വേറൊരു പേരാണ്. മനസ്സിലായോ? എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്ലി റീകോൾ ഫാക്ട് ഓർ ഇവന്റ്സ്.
ലൈക്ക് റിമെമ്പറിങ് എ ബർത്ത്ഡേ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുക, എക്സ്പ്ലസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ കോൺഷ്യസ്ലി ഓർത്ത് എന്താണ് ആ ബർത്ത്ഡേ നമ്മളിങ്ങനെ ഓർത്തെടുക്കുകയാണ്, നമ്മൾ ബോധപൂർവം ഓർത്തെടുക്കുകയാണ് എക്സ്പ്ലസിറ്റ് മെമ്മറിയിൽ ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഇംപ്ലിസിറ്റ് എങ്ങനെയാണ്, ഒരു അൺകോൺഷ്യസ് ആയിട്ട് നമുക്ക് ഈ സാധനം വരും. അല്ലെങ്കിൽ ഇപ്പം എന്താ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കൂട്ടി ഓടിക്കുക, അത് എന്നും ഇങ്ങനെയാണ് ഹാൻഡിൽ തിരിക്കേണ്ടത്, അല്ലെങ്കിൽ ടേണിങ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോൺ അടിക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ടാണോ നിങ്ങളത് ചെയ്യുന്നത്? ഒരു വട്ടം പഠിച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വണ്ടി കയറിയാൽ നമ്മുടെ തലേക്ക് ഇങ്ങനെ വരും. ചില സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയാണെങ്കിൽ, കോളേജിൽ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ഡ്രൈവ് ചെയ്തെത്തുന്നത് നമ്മൾ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയോ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തി എന്നുള്ളതായിരിക്കും. നമ്മൾ അത്ര പോലും അതിനെ പറ്റിയിട്ട് അവെയർ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് റീകോൾ ചെയ്യാണ്ട് അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ തലയ്ക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന മെമ്മറീസിനെയാണ് ഇംപ്ലിസിറ്റ് മെമ്മറി അല്ലെങ്കിൽ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പൊ നമ്മളൊരു ബൈക്ക് റൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇടയ്ക്ക് നമ്മൾ ചില മൂളിപ്പാട്ടുകൾ പാടും അല്ലേ, അതൊക്കെ എന്താണ് ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, കണ്ടോ, എക്സ്പ്ലിസിറ്റ് മെമ്മറി റിക്വയേഴ്സ് ഇന്റൻഷണൽ എഫേർട്ട് ടു റിട്രൈവ് ഇൻഫോർമേഷൻ. അവിടെ എന്താവശ്യമാണ്, നമ്മളൊരു ഇന്റൻഷണൽ എഫേർട്ട് കൊടുക്കണം, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു എഫേർട്ട് കൊടുക്കണം ഇൻഫോർമേഷൻസിന് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരാളുടെ ബർത്ത്ഡേ അറിയുക, ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ് പറയുക, അതൊക്കെ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്, അത് പറയും. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് അവെയർനെസ് നമ്മുടെ തലേക്ക് അത് വരും. എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയറൽ സ്കില്ലുകളൊക്കെ ഈ ഇത്തരത്തിലുള്ള ഇംപ്ലിസിറ്റ് മെമ്മറിയാണ്. പ്രൊസീജിയറൽ സ്കില്ല് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി എക്സ്പ്ലിസിറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഒന്നാമത്തത് എപ്പിസോഡിക് മെമ്മറി, രണ്ടാമത്തത് സിമെന്റിക് മെമ്മറി. എപ്പിസോഡിക് മെമ്മറിയുടെ ബ്രാക്കറ്റ് നോക്കൂ, എക്സ്പീരിയൻസ്ഡ് ഇവന്റുകളാണ്. എന്ന് വെച്ചാൽ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ സ്പെസിഫിക് ഇവന്റുകളൊക്കെ എപ്പിസോഡിക് മെമ്മറിയിൽ വരും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബർത്ത്ഡേ, ലാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയ ദിവസം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആനിവേഴ്സറി ഡേ, അങ്ങനെ കുറച്ച് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് സ്പെസിഫിക് ഇവന്റുകളൊക്കെ എന്തിലാണ് വരിക, എപ്പിസോഡിക് മെമ്മറിയിലാണ് വരുന്നത്. എന്നാൽ അതേസമയം സിമെന്റിക് മെമ്മറിയിലോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, പേഴ്സണൽ അല്ലാതെ എന്തെങ്കിലും നോളജ് അല്ലെങ്കിൽ കൺസെപ്റ്റ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് എന്താണ്, സിമെന്റിക് ആണ്, ഒരു കൺസെപ്റ്റ് ആണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു തിയറിയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണെന്ന് പഠിക്കുക, അതൊരു നോളജ് ആണ്, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസോ പേഴ്സണൽ ഇവന്റോ ഒന്നും അല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനെയാണ് സിമെന്റിക് മെമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. Semantic memory is a part of explicit long-term memory responsible for storing information about the world. പുറത്തുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് സിമെന്റിക് മെമ്മറി. This includes knowledge about the meaning of words as well as general knowledge. നിങ്ങൾ ഇംഗ്ലീഷിലെ വേർഡ് മീനിങ് പഠിക്കില്ലേ, ഇതൊക്കെ സിമെന്റിക് മെമ്മറിയാണ്. ലണ്ടൻ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇംഗ്ലണ്ട്, ഇറ്റ് ഇൻവോൾവ് കോൺഷ്യസ് തോട്ട് ആൻഡ് ഈസ് ഡിക്ലറേറ്റീവ്. എന്താണ് ഇത്, ഇപ്പം എന്താ പറയുക, ലണ്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ ക്യാപിറ്റൽ ആണ് എന്ന് നമ്മൾ പഠിക്കുന്നു. ഇത് പഠിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കോൺഷ്യസ്ലി ഇത് ഓർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോൺഷ്യസ് എഫേർട്ട് ഇടണ്ടേ. വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലണ്ടൻ ഇംഗ്ലണ്ടിന്റെ ക്യാപിറ്റൽ ആണ് നമ്മുടെ തലയിൽ വരുമോ? അപ്പൊ അതെന്താണ്, ഡിക്ലറേറ്റീവ് ആണ്, കൂടെ ഒരു നോളജ് ആണ് പഠിക്കുന്നത്, അതുകൊണ്ട് അതൊരു കൂടെ സിമെന്റിക്കും കൂടിയാണ്. എപ്പിസോഡിക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റിനെ പറ്റിയിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇവന്റിനെ പറ്റിയിട്ടാണ്. അപ്പം അതെന്താണ്, അതും ഈ പറഞ്ഞ പോലെ എഫേർട്ട്ഫുള്ളി നമ്മൾ ഇടുന്നത്. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓർത്തെടുക്കണം, ഒരു കോൺഷ്യസ് എഫേർട്ട് അവിടെ കൊടുക്കണം. സോ ഇറ്റ്സ് ഡിക്ലറേറ്റീവ് കൂടിയാണ് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത ടൈപ്പ് വരുന്നത് നമുക്ക് ഏതാണ്, നോൺ ഡിക്ലറേറ്റീവ് ആണ്. എന്നുവെച്ചാൽ അറിയാണ്ട് തന്നെ നമ്മളെ തലേക്ക് വരും. അൺകോൺഷ്യസ് ഇൻഫ്ലുവൻസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവിടെ നടക്കുന്നത് ഓൺ കറന്റ് ബിഹേവിയർ. നമ്മുടെ ഇപ്പോഴത്തെ ബിഹേവിയറിൽ മുന്നെപ്പോഴോ പഠിച്ച ഒരു സാധനം ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇംപ്ലിസിറ്റ് മെമ്മറി അല്ലെങ്കിൽ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയിൽ വരുന്നത്. മെയിൻ ആയിട്ട് വരുന്ന ഒരു സാധനം പ്രൊസീജിയറൽ മെമ്മറിയാണ്. എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കില്ലും ആക്ഷൻസും. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രവൃത്തി. അപ്പൊ പ്രൊസീജിയറൽ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ 2 മാസം ഞാൻ ഡ്രൈവ് ചെയ്യാതെ ഇരുന്നാലും 3-ാമത്തെ മാസം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ തിരിക്കണം, ഇത്ര കുറയ്ക്കണം, ബ്രേക്ക് അങ്ങനെയാക്കണം, ഗിയർ ഇങ്ങനെ മാറ്റണം എന്ന് ചിന്തിച്ചിട്ടല്ല അത് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ആ സാധനം ഞാൻ ഡ്രൈവ് ചെയ്ത് പോകും. അതാണ് ഇംപ്ലിസിറ്റ് മെമ്മറി ആണ് എന്ന് പറയാനുള്ള കാരണം.
ഇപ്പം നമ്മളെ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരു 4 ദിവസം നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാനേ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ NSS ക്യാമ്പിന് പോയി 7 ഡേയ്സ് നിങ്ങൾക്ക് ഫോണില്ല. 8ാമത്തെ ദിവസം നിങ്ങളിങ്ങനെ നോക്കുമോ, എൻ്റെ എ എവിടെ, എൻ്റെ H എവിടെ കീബോർഡിൽ, എൻ്റെ P എവിടെയെന്ന് നോക്കുമോ? അത് നമുക്ക് ഓൾറെഡി ഒരു ചാലായി ഉണ്ടാവും, ഇന്ന സൈഡിലാണ് ഇന്നതാണ് എന്നുള്ളത്. സോ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ ഒരു ഫ്ലോയിൽ പോവും. അതാണ് പ്രൊസീജിയറൽ മെമ്മറിയിൽ വരുന്നത്. ഇനി ഇമോഷണൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു സാധനം, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 സ്റ്റിമുലസുകൾ തമ്മിലുള്ള ഒരു ബന്ധത്തിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് പുതിയത് എന്തെങ്കിലും പഠിക്കുക, അതിനെയാണ് ഇമോഷണൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൊക്കെ പറയുന്ന പോലെ ഇന്നതുണ്ടെങ്കിൽ ഇന്നത് വരും എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം നമ്മൾ കണക്ഷൻ ഇടുക എന്നുവെച്ചാൽ എന്താ പറയുക, അതിനെയാണ് ഇമോഷണൽ കണ്ടീഷനിങ് എന്ന് പറയുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ മിന്നലും എന്തും, ഇടിമിന്നലും അതിൻ്റെ സൗണ്ടും അല്ലേ, ഈ മിന്നൽ വന്നാൽ എന്ത് വരും, അപ്പോൾ ഉടനടി സൗണ്ട് വരും എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടി അങ്ങ് എണീക്കുക. ഓക്കെ, ഇതൊക്കെ ഇമോഷണൽ കണ്ടീഷനിങ് ആണ്. എന്നുവെച്ചാൽ 2 സ്റ്റിമുലസുകളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാണ് ഇമോഷണൽ കണ്ടീഷനിങ്ങിൽ ചെയ്യുന്നത്. ഇമോഷണൽ മെമ്മറി ഒന്നും കൂടെ പറഞ്ഞുതരുമോ? ഓക്കെ, ഇമോഷണൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇമോഷണൽ റെസ്പോൺസിനായിട്ട് ഒരു ന്യൂട്രൽ സ്റ്റിമുലസിനെ കണക്ട് ചെയ്യാം അസോസിയേഷൻ വഴി. ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കോളേജിൽ ലാസ്റ്റ് മൊഡ്യൂൾ എടുത്തു എന്ന് പറഞ്ഞ കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ ഇത് പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവും വാട്ട് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. എന്തെങ്കിലും ഒരു സാധനം കണക്റ്റ് ആവുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ, നിങ്ങൾക്ക് എല്ലാ ദിവസവും ടീ ബ്രേക്കിൻ്റെ സമയത്ത് കോളേജിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്നാക്സ് തരും എന്ന് വിചാരിക്കുക. ഇപ്പം സാധാരണ കിട്ടുന്നുണ്ടാവില്ല, ഇപ്പം കിട്ടുന്നുണ്ടാവില്ല, പക്ഷെ തരും എന്ന് വിചാരിക്കുക. അപ്പോൾ 11:30ക്കാണ് ആ ടീ ബ്രേക്ക് എന്നുണ്ടെങ്കിൽ 11:30യുടെ ബെല്ലടിച്ച വശം നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സലൈവേഷൻ വരിക, അല്ലെങ്കിൽ വിശപ്പ് ഫീൽ ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് ആ എന്ത് കിട്ടുന്നറിയാം, സ്നാക്സ് കിട്ടുന്നറിയാം. ഇത് തന്നെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലും ഒരു രീതിയിൽ പറയുന്നത്. പക്ഷെ ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പം അത് പറയാത്തത്. അടുത്ത മൊഡ്യൂളിൽ ഡീറ്റെയിൽ പറഞ്ഞു തരും. അപ്പം ആ ഒരു 11:30യുടെ ബ്രേക്ക് കിട്ടുമ്പോൾ ബെല്ലടിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്ത്, ഓക്കെ എനിക്ക് സ്നാക്സ് കിട്ടുമെന്ന് തോന്നി നമുക്കൊരു ഹങ്കർ വരിക. അപ്പോൾ അവിടെ എന്താ, ശരിക്കും ബെല്ലും ഹങ്കറും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു എന്ത്, ബെല്ലടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്നാക്സ് കിട്ടുന്നുണ്ട് എന്നൊരു കാര്യം ഞാൻ ലേൺ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് അവിടെ ഹങ്കർ മേ ബി ഫോം ചെയ്യുന്നുണ്ടാവാം. മനസ്സിലായോ? അതാണ് ഇമോഷണൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് മെമ്മറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് മെമ്മറി, സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ഇനി നമുക്ക് ഒരു തിയറിയാണ് പഠിക്കാനുള്ളത്. ക്രേക്ക് ആൻഡ് ലോക്ക്ഹാർട്ടിന്റെ ലെവൽ ഓഫ് പ്രോസസ്സിംഗ് തിയറിയാണ്. ക്രേക്ക് ആൻഡ് ലോക്ക്ഹാർട്ട് എന്ന് പറയുന്ന 2 ആൾക്കാർ 1972 ലെവൽ ഓഫ് പ്രോസസ്സിംഗ് തിയറി പ്രപ്പോസ് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള 10-14 വർഷത്തോളമായിട്ട് ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള ഒരു 85% ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡലില് എങ്ങനെയാണ് ഇൻഡെപ്തില് നമ്മുടെ മെമ്മറിയിൽ ഒരു പ്രോസസ്സിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡലിൽ പറയുന്നത്. എങ്ങനെയാണ് ഡീപ്പർ ഇൻഫോർമേഷൻ നമ്മുടെ തലയുടെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. The meaningfulness extracted from the stimulus rather than in terms of number of analysis performed upon it. എന്താണ് ഒരു ഡെപ്ത്, ഇൻഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഡീപ്പർ ആയിട്ട്, ഡെപ്ത് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രേക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റിമുലസിൽ നിന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ആൻഡ് യു ഹാവ് ടു എക്സ്ട്രാക്ട് ദ മീനിങ് ഓഫ് വാട്ട് ഐ സെഡ്, അല്ലേ? എന്താ ഞാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ മീനിങ് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് എ ഡെപ്ത് നോളജ്, അല്ലെങ്കിൽ ഡെപ്ത് ഇൻഫോർമേഷൻ ഗെയിനിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ മുകളിൽ നിങ്ങൾ അതും ഇതും ചിന്തിച്ചിട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞതിന് നിങ്ങൾ അനാലിസിസ് ചെയ്താലോ അവിടെ ഒരു ഡെപ്ത് നോളജ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. ക്ലിയർ ആണോ ആ ഒരു കാര്യം? ഈ ഒരു സെന്റൻസ് പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, ഡെപ്ത് എന്ന് പറഞ്ഞാൽ ക്രേക്ക് പറയുന്നത് ഒരു കാര്യം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം എടുക്കുക. ഇതിന് നിങ്ങൾ ഇങ്ങനെ അനാലിസിസ് ചെയ്താൽ നിങ്ങൾക്കത് ഓർമ്മയിൽ നിന്നോളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് നന്നായിട്ട് ഡെപ്തിൽ കിട്ടിക്കൊള്ളണം എന്നില്ല.
ഇത് ഡെപ്തിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ എന്താണോ പറയുന്നത് അതിന്റെ മീനിങ് നിങ്ങൾ അതിൽ എടുക്കണം. മീനിങ് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യണം. ഞാൻ ഇത്രയും സമയം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, 2-3 സെന്റൻസ് ലൂസ് സ്റ്റോക്കുകൾ പറഞ്ഞു. അപ്പം ഇതൊന്നും അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മിസ് എന്താണ് ഇന്ന് പഠിപ്പിച്ചതെന്നുള്ള ഒരു മീനിങ് മാത്രം നിങ്ങൾ എടുക്കുമ്പോഴാണ് അതൊരു ഡെപ്ത് പ്രോസസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഡെപ്തിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി മാം. ഓക്കെ. അപ്പം ഈ ലെവൽ ഓഫ് പ്രോസസ്സിംഗിൽ 3 സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ഷാലോ സ്റ്റേജ്, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ഡീപ്പ് സ്റ്റേജ്. ഷാലോ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിലാണ്. ഇത് എങ്ങനെയാണ് കാണുന്നത്? ലുക്ക് ലൈക്ക് ആണ്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്ന സമയത്തേക്ക് എന്താണ്? ഫോണ്ടിക്സ് ആണ്, അല്ലെങ്കിൽ സൗണ്ട് ലൈക്ക് ആണ്. ഡീപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സിമെന്റിക് ആണ്, കുറച്ചും കൂടെ മീനിങ് ആണ് അവിടെ നോക്കുന്നത്. ഈ 3 കൂടിയാണ് എന്തിലേക്ക് പോകുന്നത്? ലോങ് ടേം മെമ്മറിയിലേക്ക് കടക്കുന്നത്. നമുക്ക് നോക്കാം സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് എന്താണ്. സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി കണ്ടൊരു സാധനത്തിനെ എൻകോഡ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ കാണുന്നു, നിങ്ങളിപ്പോൾ എൻ്റെ സ്ക്രീനിൽ ഈ ഇമേജ് കാണുന്നു, ആൻഡ് യു ഹാവ് ടു എൻകോഡ് ദിസ് ഇമേജ് ഇൻ ടു യുവർ ബ്രെയിൻ ഫോർ എൻറ്ററിങ് ഇൻ ടു ഷോർട്ട് ടേം മെമ്മറി, അല്ലേ? നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് ഈ കാര്യം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? ഈ ഇമേജിനെ നിങ്ങളുടെ ബ്രെയിനിൽ കൊണ്ടുപോയിട്ട് എൻകോഡ് ചെയ്യണം. നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഈ സാധനത്തിനെ എൻകോഡ് ചെയ്യണം. ഇതാണ് സ്ട്രക്ചറൽ പ്രോസസ്സിംഗിൽ നടക്കുന്നത്. സ്ട്രക്ചറിനെ നമ്മൾ എൻകോഡ് ചെയ്ത് ബ്രെയിനിലേക്ക് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, we may notice the color of a written word or whether or not it's in all capitals. എന്താണ്? നിങ്ങളിപ്പോൾ ഈ ടൈപ്പ് ചെയ്തേക്കണം, ഇപ്പം ഈ ഇമേജിൽ കാണുന്ന ഈ കളറുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എൻകോഡ് ചെയ്ത് തലയിൽ കയറ്റുന്നു. ആദ്യം വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ്, ദെൻ അഗെയിൻ ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ്, പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡാണ്, റെഡ് കളറിലാണ് ലോങ് ടേം മെമ്മറി. ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ബ്രെയിനിൽ എൻകോഡ് ചെയ്യുന്നു. സ്ട്രക്ചർ വൈസ് മാത്രമാണ് ആദ്യത്തെ സ്റ്റേജിൽ നമ്മുടെ പരിപാടി നടക്കുന്നത്. നമ്മളൊരു കാര്യം ഓർത്ത് വെക്കുമ്പോൾ, നമ്മളൊരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ തിയറി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഓർക്കുന്നത്? ഇത് നിങ്ങൾ ഈ ഒരു പേജ്, അല്ലെ, നിങ്ങളിപ്പോൾ ഒരു എസ്സേക്ക് ആലോചിക്കുന്ന സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? ആ എസ്സേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ്, ലെഫ്റ്റ് കോളം, റൈറ്റ് കോളം, അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, നിങ്ങൾ പഠിച്ച ബുക്കൊക്കെ. അവിടെ സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് ആണ് അത് നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്നത്. ഓക്കെ. ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സിങ്ങിന് ഒരുപാട് ഡീപ്പ് തോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഒന്ന് ഫോക്കസ് ചെയ്ത് ഒരു അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് സ്ട്രക്ചറൽ പ്രോസസ്സിംഗ് നടക്കും. ഇറ്റ്സ് ഡസൻറ്റ് റിക്വയർ ടു മച്ച് ഡീപ്പ് തോട്ട്. ഇതിൻ്റെ മുകളിൽ വലിയൊരു തോട്ടൊന്നും നമുക്ക് എന്തില്ല, ആവശ്യം ഇല്ല. ഇറ്റ് റിക്വയേഴ്സ് മെയിൻ്റനൻസ്, റിഹേഴ്സൽ ഓർ റിപ്പീറ്റേഷൻ ഇൻ ഓർഡർ ടു സ്റ്റിക്ക് ഇൻ അവർ ഷോർട്ട് ടേം മെമ്മറി. പക്ഷേ ഈ ഒരു സാധനം, ഇപ്പം നിങ്ങൾ ഈ ഇമേജ് കണ്ടു, ഈ ഇമേജ് കണ്ടത് നിങ്ങളുടെ എൻകോഡ് ചെയ്തു. പക്ഷേ എൻകോഡഡ് ആയിട്ടുള്ള സാധനം ഷോർട്ട് ടേം മെമ്മറിയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെയിൻ്റനൻസ് റിഹേഴ്സൽ കൊടുക്കണം. എന്ന് വെച്ചാൽ ഇടയ്ക്ക് നിങ്ങളിത് ഓർക്കണം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഇമേജ് ഉണ്ടല്ലോ, സ്ക്രീനിൽ കണ്ട ഈ ഒരു ഇമേജ്, ഇത് നിങ്ങൾ 2 ദിവസം ഒന്ന് ഓർത്ത് നോക്കി നോക്കൂ. ഇന്ന് കിടക്കാൻ നേരത്തെ ഒന്ന് ഓർത്ത് നോക്കി നോക്കൂ. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോസ് ടു എ ഷോർട്ട് ടേം മെമ്മറി. അവിടെ ഒരു മെയിൻ്റനൻസ് നടന്നിട്ടുള്ളത് കൊണ്ട്. ഓക്കെ. ഫോണമിക് പ്രോസസ്സിംഗ് ആണ്. ഫോണമിക് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ സ്ട്രക്ചറൽ പ്രോസസ്സിങ്ങിനേക്കാൾ കുറച്ചും കൂടെ ഹയർ സ്റ്റെപ്പാണ് ഫോണമിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എന്നാലും ഈ ഇൻഫോർമേഷൻ ഷാലോ ഫോം ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ കയറിയിട്ടില്ല. ഈ സ്ട്രക്ചറിനേക്കാൾ കുറച്ചും കൂടെ അവിടെ മുന്നിലേക്ക് കയറിയെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത്ര ഡീപ്പൊന്നും അല്ല. നമ്മുടെ സൗണ്ട്സ്, ഇറ്റ് ഒക്കേഴ്സ് വെൻ വി ടേക്ക് ഇൻ സൗണ്ട്സ്. ഇപ്പം ഞാൻ ഈ പറയുന്ന സാധനം കാണിച്ച ഒരു ഇമേജ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത്, ഞാൻ പറഞ്ഞു സ്ട്രക്ചറൽ പ്രോസസ്സിങ്ങിന് നിങ്ങളുടെ തലയിൽ ഓർത്ത് വെക്കണം എന്നുള്ളത്. അത് നിങ്ങൾ 2-3 വട്ടം വായിച്ചു നോക്കൂ. അപ്പം അത് ഫോണമിക് പ്രോസസ്സിങ്ങിലേക്കും കൂടെ ആഡായി പോവും. മനസ്സിലായോ? നേരത്തെ കണ്ട ഒരു കളർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നേരത്തെ കണ്ട ഒരു സാധനം ഞാൻ പറഞ്ഞു, ഒരു കളർ നിങ്ങൾ കാണുന്നു എന്നുള്ളത്, ആ സാധനം നിങ്ങൾ എന്തും കൂടെ ചെയ്യാണ്, വായിക്കും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫോണമിക് പ്രോസസ്സിങ്ങിലേക്ക് പോവും. ഓക്കെ. Phonemic processing is still considered a more shallow form of processing. It often has a higher rate of recall than visual processing. ഈ ഒരു ഫോണമിക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഷാലോ ഫോം തന്നെയാണ്. എന്ന് വെച്ചാൽ അത്ര നല്ല നിലനിൽക്കൊന്നുമില്ല, ഒരു മൈൽഡ് സാധനം തന്നെയാണ്. പക്ഷേ വിഷ്വൽ പ്രോസസ്സിങ്ങിനേക്കാൾ കുറച്ചും കൂടെ ഹയർ റേറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് വേണം? മെയിൻ്റനൻസ് റിഹേഴ്സൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത നമ്മൾ ഏതാ പറഞ്ഞത്? സിമെന്റിക് ആണ്. അപ്പം ഈ ഒരു ഇമേജ് നോക്കുക. ആദ്യം സ്ട്രക്ചറലാണ്, ഷാലോ ആണ്. ഫൊണോളജിക്കൽ എന്ന് പറഞ്ഞ സൗണ്ട് എഗെയിൻ ഷാലോ തന്നെയാണ്.
സിമെന്റിക്കിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടെ ഡീപ് പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് thus all three processes are happens in every memory process. മനസ്സിലായോ? നിങ്ങളൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ 3 സ്റ്റേജ് കഴിഞ്ഞിട്ടേ അത് എവിടേക്ക് പോകുന്നുള്ളൂ, ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നുള്ളൂ. ആദ്യം കണ്ട് മനസ്സിലാക്കുന്നു, നമ്മൾ പിന്നീട് അതൊന്ന് വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നു, ഓക്കെ, നമുക്കത് ഒന്നും കൂടെ പ്രോസസ്സിംഗ് നടക്കുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് സിമെന്റിക് പ്രോസസ്സിംഗും കൂടെ നടത്തുമ്പോൾ, സിമെന്റിക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങൾ സ്ട്രക്ചറിൽ ഞാൻ തന്ന ഇമേജ് കണ്ടു, ഫോണമിക്കിലെ ഞാൻ തന്ന ഇമേജ് നിങ്ങളൊന്ന് വായിച്ചു, സിമെന്റിക്കിലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ സെൻസ് ചെയ്ത സാധനങ്ങളെ ഇത്രയും പ്രോസസ്സ് വഴിയാണ് എൻ്റെ ഷോർട്ട് ടേം മെമ്മറി ത്രൂ ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ലോങ് ടേം മെമ്മറിയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ എനിക്ക് ജീവിതാവസാനം വരെ മേ ബി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഇന്ന സ്റ്റെപ്പുകളാണ് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നതാണ് സിമെന്റിക് പ്രോസസ്സിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? Because semantic processing goes deeper than physical appearance or auditory information, we encode it in a different. എന്താ സിമെന്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ഫിസിക്കൽ അപ്പിയറൻസിനേക്കാളും രണ്ടാമത് പറഞ്ഞ ഓഡിറ്ററി ഇൻഫോർമേഷൻസിനേക്കാളും കുറച്ചും കൂടെ പ്രോസസ്സിംഗ് കൂടുതലുള്ള കാരണം കൊണ്ട് എന്താണ്, അതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളുടെ ബ്രെയിനിൽ എൻകോഡ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് എന്ത് വേണ്ടത്, ഇലാബറേറ്റീവ് റിഹേഴ്സൽ വേണ്ടത്. മീനിങ്ങും അർത്ഥം മനസ്സിലാക്കി നമ്മൾ പഠിക്കുമ്പോഴാണ് ഇലാബറേറ്റീവ് റിഹേഴ്സലിന്റെ ആവശ്യം. ആദ്യത്തെ 2 സ്റ്റെപ്പിലും അർത്ഥങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒന്ന് ഫിസിക്കൽ അപ്പിയറൻസും രണ്ടാമത് അതിന്റെ സൗണ്ടും ആണ്. അപ്പോൾ we need only maintenance rehearsal there, but here we need elaborative rehearsal. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ ലെവൽ ഓഫ് പ്രോസസ്സിംഗ് മോഡൽ? മനസ്സിലായി മാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത മോഡല് ബാഡ്ലിയുടെ വർക്കിംഗ് മെമ്മറി മോഡലാണ്. അത് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല, കാരണം അതിന്റെ നോട്ട്സ് കുറച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. സോ പകുതിയിൽ വെച്ച് നിർത്തണ്ട, നമുക്ക് ഈ ലെവൽ ഓഫ് പ്രോസസ്സിങ്ങോട് കൂടി ഞാൻ ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ.